നമസ്കാരം. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം വലിയ ഒരു അപരാധം ചെയ്തു, ഏറ്റവും വലിയ കുറ്റം ചെയ്തു, സമരം നടത്തിയപ്പോൾ പോലീസുമായി തർക്കത്തിലേർപ്പെട്ടു, പോലീസുമായിട്ട് ഒന്നും തള്ളും നടന്നു, പോലീസിനെ കമ്പുകൊണ്ടടിച്ചു, ഒരു വാഹനത്തിന്റെ ഒരു ചെറിയ ചില്ല് തകർത്തു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കുറ്റമായിട്ട്, പൊറുക്കാനാകാത്ത കുറ്റമായിട്ട് ഇപ്പോൾ ഇ.പി. ജയരാജൻ പോലും പറഞ്ഞത്. CPM നേതാവായ ഇ.പി. ജയരാജൻ പോലും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം CPM നേതാവെന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ആളിനെ പിന്നെ എന്തുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്തുകൂടാ, വീട് വളഞ്ഞു പിരിച്ച് അറസ്റ്റ് ചെയ്തതിൽ എന്താണ് കുഴപ്പം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ ഇവിടെ ഇതാ ഞാൻ ഒന്ന് രണ്ട് വിഷ്വൽസ്, പഴയ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. SFIക്കാർ നടത്തിയ സമരങ്ങൾ, DYFIക്കാർ നടത്തിയ സമരങ്ങൾ അതെത്ര സമാധാനപരമായിരുന്നു എന്ന് നമുക്കൊന്ന് കാണാം. കണ്ടല്ലോ. അപ്പോൾ ഇത്തരം ഈ വളരെ സമാധാനപരമായ സമരമാണല്ലോ നമ്മൾ ഈ SFIക്കാർ നടത്തിയത്. കണ്ടല്ലോ, സ്റ്റേറ്റ് കാറുകൾ കത്തിക്കുക, അടിച്ചു തകർക്കുക, അതുപോലെ പോലീസിനെ തല്ലുക, ഇങ്ങനെ എന്തുമാത്രം അക്രമ സമരമാണ് SFIക്കാരും അല്ലെ DYFIക്കാരും നമ്മുടെ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഓർമ്മകളിൽ പലതുമുണ്ട്. വെറുതെ ഒരു ചെറിയ വിഷ്വൽസ് ഒന്നും കൂടെ നിങ്ങളെ കാണിക്കുന്നു എന്നതേ ഉള്ളൂ. കാരണം എല്ലാം നമ്മൾ മറക്കരുതല്ലോ എന്നത് കൊണ്ട് മാത്രം അങ്ങനെ നമ്മൾ കാണിച്ചതാണ്. എന്തായാലും ആ സമരം നടത്തിയവരെ ഇങ്ങനെ അന്നത്തെ പോലീസ് വീട് കയറി ഈ തീവ്രവാദിയെ പോലെ പിടികിട്ടാ പുള്ളിയെ പോലെ അല്ലെങ്കിൽ കൊലപാതകിയെ പോലെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇ.പി. ജയരാജ മറുപടി പറയൂ.